ഉത്സവ സീസണല്ലേ, എന്നാൽ നമുക്കൊരു ഉത്സവത്തിൻ്റെ തുടക്കം കണ്ടിട്ട് വന്നാലോ? അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിൻ്റെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ കൂടിയാണല്ലേ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് അഞ്ജിത്തിൻ്റെ അപ്പയുടെ വീട്ടിലാണ്. മുഖത്തലയാണ് വീട്. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിൻ്റെ തങ്കേങ്കി ക്ഷേത്രമാണത് കേട്ടോ. എൻ്റെയൊക്കെ നാട്ടിലെ ഉത്സവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ തുടക്കം തന്നെ ഒരുപാട് കെട്ടുകാഴ്ച. എനിക്ക് പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അതൊക്കെ ആദ്യമായിട്ട് കാണാം. അത്ര ഭംഗിയുള്ള കെട്ടുകാഴ്ചയായിരുന്നു. പിന്നെ ആന ഉണ്ടായിരുന്നു, ആന ആൾരൂപങ്ങൾ, പിന്നെ കോഴി, തത്ത, മയിലാട്ടം. ഇതൊക്കെ പേര് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും ഒരു അടിപൊളി വൈബായിരുന്നു ശരിക്കും. അത് ഒരു ദിവസം എടുത്താൽ തന്നെ തീരാത്ത അത്ര കാഴ്ചകളുണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്കെല്ലാം എടുക്കാൻ പറ്റിയില്ല. ആദ്യമായിട്ട് കണ്ട കഥകത്തിൽ ഞാൻ ഡിഗ്രിയിൽ നിന്ന് കണ്ടുപോയല്ല. കെട്ടുകാഴ്ചയുടെ കൂടെ വന്നിട്ട് റൊമാൻറ്റിക് കപ്പിൾസാണ് കേട്ടോ ഈ കോഴികൾ. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ചേർന്ന് നിൽക്കും. നിന്നാലും ഇരുന്നാലും ഒക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കും. എന്തല്ലേ കോഴികളുടെയൊക്കെ ഒരു ലൈഫ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ആന വന്നു. ഞാനങ്ങനെ ഒരു ആനപ്രേമി അല്ലതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പേരറിയില്ല. ആന വന്നു. ആനപ്പുറത്ത് ആണ് നമ്മുടെ തങ്കേങ്കി വിഗ്രഹമായിട്ട് ആന എത്തി. പിന്നെ ആനയെ കണ്ട് നമ്മൾ അതിൻ്റെ പുറകെ തന്നെ കുറേ ഇതിനൊക്കെ എന്താ പേര് വിളിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ കാണാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്ന് കണ്ടുപോകും. അത്ര സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ് വന്നത്. പക്ഷേ ഇവരെയൊക്കെ സമ്മതിക്കണം. അവിടെ നിന്നവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി വെളുപ്പിന് അമ്പലത്തിൽ കയറാനൊരു സമയമുണ്ട്. ആ സമയം വരെ ഇവരിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നടന്ന് ആ സമയം ആകുമ്പോഴേ അമ്പലത്തിൽ കയറുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇത്രയും ദൂരം ഇങ്ങനെയൊക്കെ വരിക, സ്റ്റിൽ അവരെന്താ ഭയങ്കര എൻജോയ് ചെയ്ത് വരികയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ഫീലെന്ന് അറിയുമോ? അത്ര സൂപ്പറായിരുന്നു എല്ലാം കണ്ടിട്ട് ഞങ്ങൾ കുറേ സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരായിരുന്നു. പിന്നെ അടുത്ത ദിവസം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവത്തിനാണ്. അവിടെ പോയതിൽ കുറേ ഫ്ലോട്ടും 6 ആനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തത് ഈ ഒരു ഫ്ലോട്ടാണ്. എന്ത് രസമാണ്. നമ്മൾ ദൂരം നിന്ന് നോക്കുമ്പോഴേ എന്തോ വലിയ ഒരു ഭഗവൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കണക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെയും കണ്ട് നിന്ന് പോകും. അത്ര ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന എല്ലാ ഉത്സവങ്ങൾക്കും വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പോപ്പർ. ഞാൻ എവിടെ പോപ്പർ കാണുന്നോ അവിടെ എല്ലാം പോയി നിന്നിട്ട് പോപ്പർ അതിൻ്റെ താഴെ നമ്മളെല്ലാം മഞ്ഞ് വീഴുന്ന കണക്ക് നിന്നിട്ട് എൻജോയ് ചെയ്യാൻ നടത്തില്ലേ. ഭയങ്കര സൂപ്പറായിരുന്നു. അങ്ങനെ അത് വന്നു. ആ പോപ്പർ വെച്ചിട്ടുള്ള വരവേൽപ്പ് നമ്മുടെ കടവൂർ ശിവരാജന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആനപ്രേമിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ശിവരാജനെ കാണുന്നത്. അടിപൊളിയായിരുന്നു. എന്താ ഇത്രയും ആൾക്കാർ ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിൽക്കുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി എന്ന് പറയാം. ഞാൻ ഇത്തവണത്തെ ഉത്സവങ്ങളെല്ലാം ഓൾമോസ്റ്റ് സൂപ്പറായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത്, കുറേ നേരം അവിടെ നിന്നു, ആനാട്ടൊക്കെ കണ്ടു. അങ്ങനെ എന്നിട്ടും 10-10:45 ആയിട്ട് ഫ്ലോട്ടെല്ലാം അമ്പലത്തിൽ വന്ന് കയറിയില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്നു. നമ്മൾ കണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോയിരുന്നു. പക്ഷേ അന്ന് കണ്ട ഉത്സവങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് തന്നെയായിരുന്നു. ജനങ്ങളൊക്കെ ഇത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിന്, അല്ലെങ്കിൽ ഇവനെ കാണാനായിട്ട് അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കൊക്കെ അന്നാണ് ഈ ഉത്സവം കിടക്കാമെന്ന് മനസ്സിലായത്. ആനപ്രേമികളൊക്കെ എന്താണ് ഇത്ര ഉണ്ടാവാൻ കാര്യമെന്ന്. എന്തായാലും ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. 3ാമത്തെ ഉത്സവത്തിന് പോയതാണിത്. ഇത് നമ്മുടെ വിലയം ആണെന്നാണ് തോന്നുന്നത്. അവിടെ ഉത്സവത്തിന് പോയതാണ് ഞങ്ങൾ. ഇക്കിടക്ക് നേർന്നുണ്ട് നമ്മുടെ ഡാൻസർ അല്ലു. അപ്പം അവൻ്റെ ഉത്സവത്തിനാണ് പോയത്. അവിടെ ഒരുപാടൊന്നും നമ്മൾ കാണാൻ തന്നെ നമ്മൾ ഇടിവണ്ടിയുടെ കൂടെ നിന്ന് ഇവൻ്റെ ഡാൻസൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അധികം നമുക്ക് കാണാനായിട്ട് സമയം കിട്ടില്ല. കാരണം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. പിന്നെ ചെന്നപ്പോൾ തന്നെ കണ്ടത് ഇവൻ്റെ ഡാൻസ് ആയതുകൊണ്ട് പിന്നെ കുറേ നേരം അവൻ്റെ കൂടെ നിന്ന് ഇടിവണ്ടിയുടെ കൂടെ നടന്ന് എന്നിട്ടൊക്കെ നമ്മൾ തിരിച്ചു വരും. ഇത് നമ്മൾ പെരുമ്പഴ അമ്പലത്തിലെ ഉത്സവത്തിന് ഇടിവണ്ടിയുടെ ചില്ല് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും കൊണ്ടാണ് ചെറിയ ഡാൻസൊക്കെ ചെയ്തു. സൂപ്പറായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം തുടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.